സ്നേഹം കൊതിക്കാത്ത ഹൃദയങ്ങളില്ല. ആരെങ്കിലും അവഗണിക്കപ്പെട്ടാൽ കണ്ണീരോടെ അനേകർ ഏകാന്തതയിൽ, ഒറ്റപ്പെട്ട്, നിരാശയിൽ സമയം ചെലവഴിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കാവുന്ന സ്നേഹം ഏതാണ്? കമിതാക്കൾ വഞ്ചിച്ചേക്കാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ച കുറഞ്ഞെന്ന് വരാം, മക്കൾ തമ്മിൽ കലഹമുണ്ടാക്കാം, കൂട്ടുകാർ വഞ്ചിക്കാം. എന്നാൽ ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിന്റെ നീരുറവ ദൈവത്തിലാണ് നാം കണ്ടെത്തേണ്ടത്. അവർ വളരെ സമാധാനം അനുഭവിക്കും. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലമാണെന്ന് ജെറമ്യ പ്രവചനം 31-ാം 3-ാം തിരുവചനത്തിൽ നാം കാണുന്നു. യെശയ്യാ പ്രവചനോ 54-ാം 10-ാം തിരുവചനം. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. വിലാപം 3-ാം അധ്യായത്തില് 22-ാം തിരുവചനം. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹത്തെ നാം കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം തിരിച്ചറിഞ്ഞവരാണ് വിശുദ്ധർ. എന്തുകൊണ്ട്? അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ, അവനും മകളും ദൈവസ്നേഹത്തിൽ സമാധാനം അനുഭവിച്ചെങ്കിൽ നിങ്ങൾക്കും എനിക്കും ആയിക്കൂടാ. ദൈവത്തെ സ്നേഹിക്കാം, ആ സ്നേഹം അനുഭവിക്കാം. കുറച്ചു സമയം ഈ സ്നേഹ സംഭാഷണത്തിൽ ദൈവവുമായി ഒന്നിക്കാം. ദൈവത്തിന്റെ കൃപ എല്ലാവരിലും നിറയും. ആമേൻ.